സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ആക്ച്വലി 2018-19 സമയത്തായിരുന്നു. ഈസ് ബ്രില്യൻറ്റ്. കാരണം പുള്ളി ഈ സിനിമയിൽ വന്ന് ഇത്ര കാലത്തിനിടയ്ക്ക് പുള്ളിക്ക് ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളായി നമ്മളൊരു റിവ്യൂ ചെയ്തിട്ട് ഒരു മൂവിയുടെ പരിപാടീസൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഞാൻ വേറെ കുറച്ച് പരിപാടിയിലായിരുന്നു. ഇപ്പോൾ വേറൊരു സെക്കൻഡ് ചാനൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുക മാത്രമല്ല, അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ഫുട്ടേജ് പരിപാടി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ആക്ച്വലി 2018-19 ആ സമയത്ത് മനസ്സിൽ കയറിക്കൂടിയ ഒരു ആശയമായിരുന്നു ഒരു യാത്ര, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് പരിപാടി. അൺഫോർച്ചുനേറ്റ്ലി അതങ്ങനെ വൈകി 2025-ലാണ് ഞാനൊരു ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുൻപ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ 74 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലായിരുന്നു. ഒറ്റൊരു വീഡിയോ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തുള്ളൂ, പക്ഷെ അതൊരു 52 എബോവ് വ്യൂസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചാനൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടൊരു സോങ് യൂസ് ചെയ്തതുകൊണ്ട് പോയി ഒരു വളരെ കുഞ്ഞ് യാത്രകളാണെങ്കിൽ പോലും ഷൂട്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കിപ്പോൾ വന്നു. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 3-4 സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. സോ അവിടെ ആ പോയ സ്ഥലത്തെ ഉള്ള എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്ത് വ്ളോഗാക്കി വരും ദിവസങ്ങളിൽ ഒരു 1-2 വീക്കിൽ നമ്മൾ ആ വീഡിയോസൊക്കെ ഒരു പുതിയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ യാത്രകളും അതുപോലെ അവിടെയുള്ള മനുഷ്യരുടെ കഥകളും അവിടെ ആ നാടിൻ്റെ ചരിത്രവുമെല്ലാം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അതുപോലെ ആ ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം വന്നിട്ട് ഒരു 0 to ഹീറോ പരിപാടിയാണ് ആക്ച്വലി ഞാനത് പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മളൊരു 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒരു 3 വർഷത്തെ ചലഞ്ച് പോലെ ആ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഏത് രീതിയിലാണ്, നമ്മൾ എത്രത്തോളം നമ്മൾ വലുതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു 3 വർഷത്തെ ജേണിയാണ് നമ്മൾ ആ ചാനലിൽ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സോ നമുക്ക് ഇന്നത്തെ വിശേഷം നമുക്ക് തലവര. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേര് തിയേറ്ററിലോ മറ്റു OTT-യിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആക്ച്വലി OTT-യിലാണ് കണ്ടത് സിനിമ. വേറെ ഇതിൽ പിന്നെ എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ, ദേവദർശിനി, അതുപോലെ രേവതി ശർമ്മ, അശോകൻ, പിന്നെ ശരത് സഭയുടെ വൈഫായിട്ട് അഭിനയിച്ച, അതായത് അർജുൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള അവർ, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് ഈസ് ബ്രില്യൻറ്റ്. കാരണം പുള്ളി ഈ സിനിമയിൽ വന്ന് ഇത്ര കാലത്തിനിടയ്ക്ക് പുള്ളിക്ക് ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പുള്ളി കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്തു വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഹരീഷ് അശോകൻ്റെ മകനായിട്ട് ആദ്യം കണ്ടു തുടങ്ങിയ അർജുൻ പിന്നെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു റേഞ്ച്, ഇതെല്ലാം മലയാളികൾ മനസ്സിലാക്കുകയും പല സിനിമയിലും പുള്ളിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ, പുള്ളിക്ക് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. അത് പുള്ളി മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുള്ളി സിനിമ അഭിനയിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അർജുൻ. കാരണം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഇത്ര ചുരുങ്ങിയ കാലയളവിനുള്ളിൽ. ലൈക്ക് അർജുൻ വന്നിട്ട് ഇതിൽ ഒരു സിനിമ മോദി ആയിട്ടുള്ള ഒരാളാണ്, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ്. പക്ഷെ തൻ്റെ ശരീരത്തിലുള്ള പാണ്ടുകൾ, ആ ഒരു ഇൻസെക്യൂരിറ്റി ഭയങ്കര എവിഡൻ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര എവിഡൻ്റായിട്ട്, ഭയങ്കര ഇമോഷണലായിട്ട്, ഭയങ്കര നാച്ചുറലായിട്ട് പുള്ളി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് ആക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു സ്ഥലത്ത് പോലെ നമ്മൾ ആക്ട് ചെയ്യാണോ എന്നൊരു തോന്നൽ നമുക്ക് വരുത്താം. സ്പെഷ്യലി ഒരു ഓഡീഷന് പോകുന്നൊരു സീനുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കുണ്ടാവുന്ന ഡിസ്കംഫേർട്ടും ഇൻസെക്യൂരിറ്റിയും ഭയങ്കര സ്ഥലത്ത് ചതിക്കപ്പെടുന്നുണ്ട്. സോ അവിടെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ട്, ഭയങ്കര നാച്ചുറലായിട്ട്, ഭയങ്കര ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു ഡിസ്കംഫേർട്ട്, ഇൻസെക്യൂരിറ്റി എല്ലാം ഈ സിനിമയിലെ നായിക വന്നിട്ട് രേവതി ശർമ്മ. പുള്ളിക്കാരത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അർജുനുമായിട്ടുള്ള കെമിസ്ട്രി ഒക്കെ കുറച്ച് ഒരു രീതിയിൽ നല്ല ദേവദർശിനി മാം. പുള്ളിക്കാരത്തി ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. 96 സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവരുടെ ഒരു റേഞ്ച്. ഇപ്പോൾ ലാസ്റ്റ് മെയ്യഴകനാണ് ഞാൻ തമിഴിൽ കണ്ട ഒരു സിനിമ അവരുടേത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് ഈ സിനിമയാണ്, ലൈക്ക് തലവരയാണ്. ഇതിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര അർജുൻ്റെ അതേപോലെ തന്നെ
ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഭയങ്കരമായിട്ട് ഒരു റേഞ്ചുള്ളൊരു നടിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ക്യാരക്ടർ പുള്ളിക്കാരത്തി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു നെഗറ്റീവ്, ലൈക്ക് അവരുടെ ക്യാരക്ടറിന് കൊടുത്ത ഒരു ഡബ്ബിങ് അത് ആക്ച്വലി നോട്ട് വർക്കിംഗ്. കാരണം എനിക്കത് പേഴ്സണലി അത് അത്ര വർക്കായില്ല. പക്ഷേ ഇതിനെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള രേവതി വന്നിട്ട് ഒരു തമിഴ് ക്യാരക്ടറാണ്. സോ ആക്ച്വലി അതുപോലെ തന്നെ ദേവദർശിനിയെയും നിലനിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നൈസായിരുന്നു. പിന്നെ അശോകൻ അർജുൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ശരത് സഭ ലൈക്ക് അർജുൻ്റെ അളിയനാണ്, അതുപോലെ കൂട്ടുകാരനും കൂടിയാണ്. സോ അവർ തമ്മിലുള്ള ഒരു ചെറിയ ക്ലാഷ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ചെറിയ പരിപാടിയൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അർജുൻ്റെ ഫ്രണ്ട്സായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ ആളുകളും നല്ല, അതായത് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്.